ഇപ്രാവശ്യം അതായത് നമ്മുടെ മഴക്കാല കൃഷി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി കൃഷി രീതി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദേ നമ്മുടെ പ്ലാവില, അതുപോലെ തന്നെ ദേ ഈ വെള്ളപ്പൊടി, ഇത് രണ്ടും വെച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും പിയറസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. ഇതേ ഒരു വെറൈറ്റി കൃഷി രീതി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഈ വർഷകാലത്ത് ഇതുപോലെ നമ്മുടെ പ്ലാവിന്റെ ഇല വെച്ചിട്ടുള്ള കൃഷി രീതി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാമല്ലോ അല്ലെ. അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സമയത്ത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് അല്ലെ. അപ്പൊ എല്ലാവരും അത് പ്രകാരം തൈകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാങ്ങി വെച്ചിട്ടുണ്ടാവും എന്നറിയാം. അപ്പൊ നിങ്ങൾ കിട്ടിയ വഴി തന്നെ മണ്ണിലോട്ട് കൊണ്ടുവെക്കരുത്, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ വെക്കരുത്. പകരം അതെ ഇങ്ങനെ ഒരു പ്ലാവിന്റെ ഇല എടുത്ത് അതിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മണ്ണിലോട്ട്, അതായത് ഗ്രോ ബാഗിലോട്ട് വെക്കേണ്ടത്. അങ്ങനെ ഒരു രീതി, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും തന്നെ കേടുപാട് കൂടാതെ, യാതൊരു കീടബാധ കൂടാതെയും, അതുപോലെ മഴയത്തുള്ള പ്രശ്നം ഒന്നും സംഭവിക്കാതെ എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാന്നുള്ളത് നോക്കാമല്ലോ അല്ലെ. ഇനിയിപ്പോ എല്ലാവരുടെ അടുത്തും പ്ലാവല ഉണ്ടാവണം എന്നില്ല. പ്ലാവല ഇല്ലാത്തവർക്ക് ഇതേപോലെ ഗ്ലാസ്, ഇതിനേക്കാളും നല്ലത് ഡിസ്പോസ്ഡ് ഗ്ലാസ് കിട്ടും കേട്ടോ. നമ്മുടെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനത്തെ ഗ്ലാസ് അല്ല, ഡിസ്പോസ്ഡ് ഗ്ലാസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ വാങ്ങേണ്ടത്. അത് വാങ്ങുക. പ്ലാവല ഉള്ളവർ നിർബന്ധമായിട്ടും പ്ലാവല തന്നെ എടുക്കുക. അപ്പൊ ദേ നമ്മൾ അങ്ങനെ ഒരു പ്ലാവല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കുമ്പിള് കുത്തുക അല്ലെ. ഇപ്പൊ പലർക്കും അറിയും, ചിലർക്ക് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പ്ലാവല എടുത്തു, അത് ഇതേ ഇങ്ങനെ മടക്കി, ഇങ്ങനെയാണ്, ഇതിനെയാണ് കുമ്പിള് കുത്തുക എന്ന് പറയും. അപ്പൊ ഇവിടെ കുറച്ച് ഹോള് വേണം. ഇവിടെ കുറച്ച് ഹോളിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈർക്കിൽ വെച്ച് ഇവിടെ കുത്തി ഇതേ ഇങ്ങനെ ആക്കുക. ഇതാണ് കുമ്പിള് കുത്തുക എന്ന് പറയാം. അപ്പൊ ഇവിടെ ഹോള് വേണം, അത് നിർബന്ധം മറക്കരുത്. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് മണ്ണിര കമ്പോസ്റ്റ് ആണ്. എല്ലാവരും എടുത്തിട്ടോ മണ്ണിര കമ്പോസ്റ്റ് എന്നറിയാം. മണ്ണിര കമ്പോസ്റ്റ് ആണ് നമ്മൾ അതിനെടുക്കേണ്ടത്, അതല്ലാന്നുണ്ടെങ്കിൽ പോട്ടി മിക്സ്. അപ്പൊ നമ്മളിതേ മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് കുറച്ച് മാത്രം ഇതിലോട്ട് ഇടുക. ഇതേ നമ്മൾ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് എടുത്തു. എന്നിട്ട് നമ്മളുടെ തെയ്യ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒന്നെങ്കിൽ പാകി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുള്ള തെയ്യ് അതിലോട്ട് വെക്കുക. അതിനുശേഷം വീണ്ടും മണ്ണിര കമ്പോസ്റ്റ് ഇടുക. മണ്ണിര കമ്പോസ്റ്റ് ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കൊടുക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല. മണ്ണിര കമ്പോസ്റ്റ് ആവുമ്പോൾ ഇതില് ചാണകം ഉണ്ടാവും, അതുപോലെ മണ്ണുണ്ടാവും, പിന്നെ ഇതില് ചകിരി കമ്പോസ്റ്റും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ചെടിക്ക് അത്യാവശ്യം വളരാൻ വേണ്ടിയുള്ള നല്ലൊരു വളമാണ്. അതുകൊണ്ടാണ് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ്, അല്ലെങ്കിൽ പോട്ടി മിക്സ് ആണെങ്കിൽ കുഴപ്പമില്ല, പോട്ടി മിക്സ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ദേ നമ്മൾ എന്നിട്ട് പതിയെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ദേ നമ്മൾ ഇതിൽ വെണ്ട വെച്ചിട്ടുണ്ട്, ദേ ഇതിൽ തക്കാളിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മളുടെ കയ്യിൽ ഏതൊക്കെ ചെടികളാണുള്ളത് അതൊക്കെ നമുക്ക് ഇതേപോലെ വെക്കാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും നമ്മളിത് വെക്കാം. ഒന്നെങ്കിലും നമുക്ക് ട്രേയിൽ തന്നെ ഇറക്കി വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ കപ്പിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒത്തിരിയും കൂടെ ഇത് വളരുന്ന വരയ്ക്കുക. അപ്പൊ നമുക്ക് ഇത് പുറത്തൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം ടെറസിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് സൺഷെയ്ഡിന്റെ ചോട്ടിലായിട്ട് വെക്കാം. മേലെ സൺഷെയ്ഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിലത്ത് ചെയ്യണവരാണെന്നുണ്ടെങ്കിലും അവർക്ക് സൺഷെയ്ഡിന്റെ ചോടയോ വർക്ക് ഏരിയയിലോ എവിടെയാണെന്ന് വെച്ചാലും വെക്കാം. എല്ലാവർക്കും ഉണ്ടാവും ഈ സൺഷെയ്ഡ് എന്ന് പറയുന്നത്. അതിന്റെ ചോട എന്തായാലും വെക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ബാൽക്കണിയിലാണെങ്കിലും വെക്കാനായിട്ട് പറ്റും. അപ്പൊ വെള്ളമൊന്നും പോവില്ല. ഇതാണെങ്കിൽ ഈസി ആയിട്ട് എത്ര തൈകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ ഇത് എന്നിട്ട് ഒരു വളർച്ച ആവണ വരയ്ക്കും നമുക്ക് അതിനെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള കെയറിങ് ഒക്കെ കൊടുക്കാം, അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് എല്ലാതും സ്പ്രേ ചെയ്യാനുണ്ട്. അപ്പൊ സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് ഒരു വളർച്ച ആവണ വരയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നല്ല വെയിൽ, അതായത് അടുപ്പിച്ച് 2 ദിവസം വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മണ്ണിലോട്ടോ ഗ്രോ ബാഗിലോട്ടോ വെക്കാനായിട്ട് പറ്റും. അപ്പോഴത്തേനും ഇത് നല്ല കരുത്തായിട്ട് വളർന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മണ്ണും വളങ്ങളും ഇതിലുണ്ടാവും. ഇത് അങ്ങനെ തന്നെ വെക്കാം. ഇതിന്റെ അടിഭാഗം നമ്മളൊന്ന് ജസ്റ്റ് കീറിയിട്ട് വെക്കേ വേണ്ടൂ. അതെങ്ങനെയാ എന്നുള്ളത് നമ്മളൊന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ മണ്ണിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഗ്രോ ബാഗിൽ ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഇതെങ്ങനെ വെക്കുക എന്നുള്ളത് നോക്കാം. പിന്നെ ദേ ഇപ്പൊ നമ്മുടെ അടുത്ത് ദേ ഒരു വെറൈറ്റി മുളക് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ള മുളകാണ് ഇത്. വെള്ള ഉണ്ട മുളകിലുണ്ടല്ലോ,
അതാണ് അത് പഴുത്ത് വന്നപ്പോഴാണ് ഇതായത്. അപ്പൊ ഇതിന്റെ വിത്ത് നമ്മൾ പാകി ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് അതിന്റെ തൈകൾ തരുന്ന കണ്ടോ. ഈ വെള്ള ഉണ്ടമുളകിന്റെ ആണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഒത്തിരി അധികം ഉണ്ടാകുന്ന കണ്ടോ, കുഞ്ഞൻ ചെടിയിൽ പോലും ധാരാളമായിട്ട് ഉണ്ടാവണം, നല്ല വെറൈറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്ത് പറയുന്നത്. അപ്പൊ ഇത് അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ പാകി കിളിപ്പിച്ച് കറക്റ്റാക്കി തരാം കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ കൊണ്ടുവച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്രാവശ്യം നമ്മള് മണ്ണിൽ ചെയ്യണതാണ് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് മണ്ണിൽ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് അറിയുന്നില്ല എന്നുള്ളത്. അപ്പൊ മണ്ണിൽ ഈ സമയത്ത് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് നിലത്ത് കൃഷി ചെയ്യുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കുമ്മായം ഇങ്ങനെ ധാരാളമായിട്ട് നമ്മൾ വാരി വെതറി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുമ്മായത്തിന് അധികം വിലയൊന്നും വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കക്ക വാങ്ങി നീറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാം. ഡോളോമേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കുമ്മായാവുമ്പോൾ അതിനേക്കാൾ വില കുറവല്ലേന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഈ മഴ പെയ്യണ സമയത്ത് നിർബന്ധമായിട്ടും ഇത് ഇട്ട് കൊടുക്കണം, അത് മറക്കരുത് കേട്ടോ. അപ്പൊ ദേ നമ്മൾ ധാരാളമായിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പൊ മഴയൊക്കെ പെയ്യും, ഒലിച്ചു പോവും, അതൊന്നും പ്രശ്നമല്ല. അത് അല്ലെങ്കിൽ മണ്ണിലോട്ട് തന്നെ ഇറങ്ങി പോവും, അതും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത് അങ്ങനെ വേറെ ദൂരക്കൊക്കെയാണ് ഒലിച്ചു പോണേ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഇട്ട് കഴിഞ്ഞ വഴി തന്നെ ഒന്ന് നന്നായി കൊത്തി കൊടുക്കുക. അതെങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ കൈക്കോട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇനി കുമ്മായം ഇത്ര ഇട്ടിട്ട് ഒലിച്ചു പോയി എന്നുള്ള ഒരു വിഷമം വേണ്ട. നമ്മൾ കുമ്മായം ഒലിച്ചു പോവാതിരിക്കുക. ഇത് ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ കൊത്തി കൊത്തി കൊടുക്കുക. നമ്മളിതേ ഇങ്ങനെ കൊത്തി കൊടുത്ത കാരണം ഇനി കുമ്മായം വേറെ എങ്ങും ഒലിച്ചു പോവില്ല, അടിയിലോട്ട് തന്നെ പോവുള്ളൂ. ഇനി ആ കൊത്തി കൊടുത്തവിടെ ഒന്നും കൂടെ പോവാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ആക്കാം. അപ്പൊ മണ്ണ് ഇത് ഒലിച്ചു പോവില്ല, കുമ്മായം ഒലിച്ചു പോവില്ല. മഴ പെയ്യുമ്പോ ആ കൊത്തിയിട്ടതിന്റെ ഉള്ളില് ഇങ്ങനെ കൊത്തിയിട്ടിട്ട് നമ്മൾ ചെയ്യണ സമയത്ത് അതൊന്നും ഒലിച്ചു പോവില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇപ്പൊ തോന്നും പുല്ലൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാന്ന്. പുല്ലൊക്കെ ഉണ്ടാവണം, ഇത് അതിന്റെ അടിയിൽ പോകണം, പുല്ല് വേണം. എന്നിട്ട് പുല്ലൊക്കെ ചെത്തി ആക്കിയിട്ടാണ് നമ്മൾ ഇനി നടാനായിട്ട് പോണം. അപ്പൊ നമ്മളിതേ പുല്ലിലൊക്കെയാണ് കൊത്തി കളച്ചതേ കുമ്മായൊക്കെ ഇട്ടിരിക്കണത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇനിയിപ്പോ ഇത് എങ്ങനെയാന്ന്. പക്ഷെ ഇത് ഈ മഴയത്ത് അങ്ങനെ തന്നെ കിടന്ന് കറക്റ്റ് ആവണം. ഇത് മാക്സിമം ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ കിടക്കണം. ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ ഇറങ്ങിപ്പോയി കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് വേറൊരു സൂത്രപ്പണി ഉണ്ട് കേട്ടോ. അത് എന്താണെന്ന് ഇപ്പൊന്നും പറയില്ല. ഒരാഴ്ച അതാ ഒരു സൂത്രം ഉണ്ട്. അപ്പൊ ദേ മഴ വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഇപ്പൊ കൊത്തിക്കളച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇനി ഈ ഒരാഴ്ച, ഈ മഴ നമുക്ക് വളരെ നല്ലതാണ്. ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് എങ്ങനെയാണ് പുല്ലൊക്കെ ചെത്തി കറക്റ്റാക്കി വാരാൻ കോരി നമ്മളിത് നടണേന്ന് നോക്കാം. ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ 1-2 ആഴ്ചയൊക്കെ ഇതിലിരിക്കട്ടെ, അത് നല്ലൊരു വളർച്ച വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ മണ്ണൊക്കെ റെഡിയായി നമ്മൾ വാരം കോരി റെഡിയാക്കണ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്രാവശ്യത്തെ മഴക്കാല കൃഷി എന്ന് പറയുന്നത് വെറൈറ്റി ആണ് കേട്ടോ. ഇതുവരെ നമ്മൾ ചെയ്യാത്തതും ആരും പറയാത്തുള്ള നല്ല അടിപൊളി കൃഷി രീതിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിന്ന് കൃഷി ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.